നമസ്കാരം. നമസ്കാരം. സ്വാമി സുഖമായിട്ട് പറ്റിയോ? ആശുപത്രിയാ. ആണോ? ഇപ്പോഴാണോ? ആശുപത്രി പോന്നു. പോന്നു. എന്ത് പറ്റിയായിരുന്നു? ശ്വാസമുട്ട്. അത് ശരി. ഇന്നലെ മോളെ കണ്ടപ്പോഴാ പറഞ്ഞേ. വണ്ണമൊക്കെ കുറഞ്ഞു. കുറഞ്ഞോ? ഓ, 8 കിലോ കുറഞ്ഞു. അത് ശരി. ലാസ്റ്റ് ചിന്തയ്ക്കായിരുന്നു. ആയിരുന്നല്ലേ? നേരത്തെ വരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പക്ഷികാർക്കും നീലമായ പ്രണാമം. ൽ 15-ാമത്തെ അല്ലേ ഇനി എടുക്കണ്ടേ? 14 എടുക്കണം. 13 വരെ എടുത്തു അല്ലേ? സത്യവാച വരെ. അതെ. യൈത്തം വീരശുൽക്കം മാന്ദാഭേഭിഷ്ടതുരങ്കിണീം പഥിനിർജിത്യരാജന്യം നിന്നെ തദ്ദാസ്യമസ്തു മേ. യാതൊരുവനാണോ ഇപ്രകാരം ഇത്തം വീര്യശുൽക്കം മാം, വീര്യമാകുന്ന ശുൽക്കത്തോടുകൂടിയ എന്നെ, ദാഫീഭിഹി ചതുരങ്കിണീം, ദാഫികളോടുകൂടി 4 വിധ ചതുരംഗ സൈന്യത്തോടുകൂടിയ മാം എന്നെ, പഥി വഴിയിൽ, നിർജിത്യ ജയിച്ചിട്ട്, രാജന്യാൻ നിർജിത്യ രാജാക്കന്മാരൊക്കെ ജയിച്ചിട്ട്, നിന്നെ തദ്ദാസ്യം അസ്തുമേ, ഭഗവാന്റെ ദാസ്യത്തിനായിക്കൊണ്ട് എന്നെ നയിച്ചു എന്ന് സത്യ. താൻ എങ്ങനെയാണ് ഭഗവത് പത്നിയായിട്ട് മാറിയത് എന്ന് ഒന്ന് ചുരുക്കി പ്രതിപാദിച്ചതാണ്. യൈത്തം വീരശുൽക്കം മാം ദാഫേഭിശ്ചതുരങ്കിണീം പഥിനിർജിത്യ രാജന്യം നിന്നെ തദ്ദാസ്യമസ്തു മേ. യൈത്തം വീരശുൽക്കം മാം ദാഫേഭിശ്ചതുരങ്കിണീം പഥിനിർജിത്യ രാജന്യം നിന്നെ തദ്ദാസ്യമസ്തു മേ. അടുത്ത ഭദ്ര എന്ന മറ്റൊരു പത്നിയാണ്. ഭദ്രോവാച പിതാമേ മാതുലേയായ സ്വയമാഹൂയ ദത്തവാൻ കൃഷ്ണേ കൃഷ്ണായ തച്ചിത്താം അക്ഷൗഹിണ്യം സഖീജനേ. മേ പിതാ, എന്റെ പിതാവ്, മാതുലേയായ, മാതുലേയൻ മാതുലന്റെ പുത്രൻ, അമ്മാവന്റെ പുത്രൻ, മാതുലേയായ അമ്മാവന്റെ പുത്രനായിക്കൊണ്ട്, സ്വയം ആഹൂയ, തന്നെത്താൻ ആഹ്വാനം ചെയ്തിട്ട്, ദത്തവാൻ കൊടുത്താണ്. എൻ്റെ അച്ഛൻ അമ്മാവന്റെ മകനായ കൃഷ്ണനെ താൻ തന്നെ ഇഷ്ടപ്പെട്ട് ആളെ അയച്ചു വരുത്തി കൊടുത്താണ്. അവിടെ കൃഷ്ണേ എന്നുള്ള സംബോധനയാണ്. ആരെ? പാഞ്ചാലിയോട് ചേർന്ന്. ഹേ കൃഷ്ണേ, ഹേ പാഞ്ചാലി, കൃഷ്ണായ ദത്തവാൻ, കൃഷ്ണായിക്കൊണ്ട് നൽകപ്പെട്ടവനായി എൻ്റെ പിതാവ് എന്നെ, തച്ചിത്താം അക്ഷൗഹിണ്യ സഖീജനൈ,
അദ്ദേഹത്തിന്റെ മനസ്സോടു കൂടിയാണ് എന്നെ കൊടുത്തത്. എങ്ങനെ? അക്ഷൗഹിണിയോടുകൂടിയും ഫഖീജനത്തോടുകൂടിയും ധാരാളം തോഴിമാരോടും അക്ഷൗഹിണി സൈന്യത്തോടുമൊപ്പം എന്നെ കൊടുത്തതാണ്. അപ്പം ഇത് എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം കൊണ്ട് എന്നെ കൊടുത്തതാണ്. അങ്ങനെയാണ് ഞാൻ കൃഷ്ണപത്നിയായിട്ട് മാറിയത്. പിതാമേ മാതുലേയായ സ്വയമാഹൂയ ദത്തവാൻ കൃഷ്ണേ കൃഷ്ണായ ചിത്താം അക്ഷൗഹിണ്യാ സഖീജനയും പിതാമേ മാതുലേയായ സ്വയമാഹൂയ ദത്തവാൻ കൃഷ്ണേ കൃഷ്ണായ ചിത്താം അക്ഷൗഹിണ്യാ സഖീജനൈ അസ്യമേ പാദസംസ്പർശോ ഭവേജ്ജന്മനി ജന്മനി കർമ്മഭ്രാമ്യമാണായ യേന തത്സേയ ആത്മനാം. അസ്യ മേ പാദസംസ്പർശഃ, എൻ്റെ പാദസംസ്പർശം, എൻ്റെ പാദത്തോടുള്ള ചേർച്ച, അസ്യ ഇവന്റെ, ഭവേത് ജന്മനി ജന്മനി, ഈ ജന്മം കൊണ്ട് മതിയായില്ല, ഇനിയും ഏതേത് ജന്മങ്ങൾ ഉണ്ടാകുമോ അതിലൊക്കെയും ഭഗവാന്റെ പാദസ്പർശം എനിക്കുണ്ടാകണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർമ്മഭ്രാമ്യമാണായ, കർമ്മം കൊണ്ട് ഭ്രമിച്ചു നടക്കുന്ന എനിക്ക് ജന്മനി ജന്മനി, ജന്മം തോറും തത് പാദ സംസ്പർശ ഭവേത്, ഉണ്ടാവട്ടെ. ഏന തത്ശ്രേയ ആത്മന, അതുകൊണ്ട് തന്നെയാണ്, ഏന യാതൊന്നുകൊണ്ടാണ്, ആത്മനഃ തത്ശ്രേയ, ആത്മാവിന് ആ ശ്രേയസ് യാതൊന്നുകൊണ്ട് കിട്ടുമോ, എൻ്റെ ആത്മാവിന് കൈവല്യമെന്ന മോക്ഷം യാതൊന്നുകൊണ്ട് കിട്ടുമോ, ആ ഭഗവാന്റെ പാദസ്പർശം എനിക്ക് ഈ ജന്മത്തിലല്ല, ഈ ജന്മത്തിലായില്ലെങ്കിൽ ജന്മാന്തരങ്ങൾ തോറും കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അസ്യമേ പാദസംസ്പർശോ ഭവേജ്ജന്മനി ജന്മനി കർമ്മഭ്രാമ്യമാണായ ഏന തച്ഛേയ ആത്മനാം. അസ്യമേ പാദസംസ്പർശോ ഭവേജ്ജന്മനി ജന്മനി കർമ്മഭ്രാമ്യമാണായ ഏന തച്ഛേയാത്മനാം. ലക്ഷ്മണോ വാച. അടുത്ത ലക്ഷ്മണ പറഞ്ഞു, മമാഭിരാജ്ഞച്യുതജന്മകർമ്മ ശ്രുത്വാ മുഹുർ നാരദഗീതമാസഹാം ചിത്തം മുകുന്ദേ കിരപത്മഹസ്തേ, ചിത്തം മുകുന്ദേ കിരപത്മഹസ്തയാ വ്രതം സംസ്പർശ്യ ലോകവൻ. മമാഭി, എനിക്കും, ഹേ രാജ്ഞി എന്ന് പാഞ്ചാലിയെ വിളിച്ചാൽ, അച്യുത ജന്മകർമ്മ ശ്രുത്വ, അച്യുതനായ ഭഗവാന്റെ ജന്മകർമ്മങ്ങൾ കേട്ടിട്ട്, എങ്ങനെ കേട്ടു? മുഹുഹു നാരദഗീതം, വീണ്ടും വീണ്ടും നാരദനാൽ പറയപ്പെട്ട ഭഗവാന്റെ മാഹാത്മ്യത്തെ കേട്ട്, ഭഗവാന്റെ ജന്മവും അവതാരവും കർമ്മങ്ങളും ഒക്കെ കേട്ടിട്ട്, ആഫ ഭവിച്ചു, തീർച്ചയായിട്ടും എനിക്ക് സന്തോഷം ഉണ്ടായി. ചിത്തം മുകുന്ദേകില, അങ്ങനെ എൻ്റെ മനസ്സ് ഭഗവാനിലേക്ക് തന്നെയായി തോന്നി. ഭഗവാന്റെ ജന്മകർമ്മങ്ങളുടെ വൈശിഷ്ട്യമൊക്കെ നാരദ മഹർഷിയിൽ നിന്നും കേട്ട് എൻ്റെ മനസ്സറിയാതെ ഭഗവാനിലേക്ക് തന്നെ ലയിച്ചതായി. പത്മഹസ്തയ വ്രത, പത്മഹസ്ത ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയാൽ വ്രതൻ വരിക്കപ്പെട്ടവനാണ്. സുസംമൃശ്യ വിഹായ ലോകപാൻ, അങ്ങനെ ലക്ഷ്മിയാൽ വരിക്കപ്പെട്ടവനാകുന്നു ഭഗവാൻ. എങ്കിലും സുസംമൃശ്യ, നന്നായി ആലോചിച്ചിട്ട്, ലോകപാൻ വിഹായ, ലോകപാലന്മാരൊക്കെ ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഭഗവാനിലേക്ക്, മുകുന്ദനിലേക്ക് എൻ്റെ മനസ്സ് ഉറപ്പിച്ചത്. സാധാരണ എന്നെപ്പോലുള്ള രാജകുമാരിമാർക്ക് ലോകപാലന്മാരാണ് ഭർത്താക്കന്മാരായിട്ട് വരിക. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു ഒക്കെയാണ്. അവരൊക്കെ ഉപേക്ഷിക്കും.
ലോകപാൻ വിഹായ, ലോകപാലന്മാരെ ഉപേക്ഷിച്ചിട്ട് സ്വസംസ്പൃശ്യ, നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് പത്മഹസ്തയ, ലക്ഷ്മിയാൽ വരിക്കപ്പെട്ടവനായ മുകുന്ദനിൽ എന്റെ ചിത്തം നന്നായി ഉറച്ചു. മമാഭിരാജ്ഞു അച്യുതജന്മകർമ്മ ശ്രുത്വാ മുഹുർനാരദഗീതമാസഹ ചിത്തം മുകുന്ദേ കില പത്മഹസ്തയാ വ്രത സുസംമർശ്യ വിഹായ ലോകാൻ വിഹായ ലോകപാൻ. മമാഭിരാജ്ഞച്യുതജന്മകർമ്മ ശ്രുത്വാ മുഹുർനാരദഗീതമാസഹ ചിത്തം മുകുന്ദേ കില പത്മഹസ്തയാം വ്രത സുസംസ്മർശ്യ വിഹായ ലോകപാൻ. ജ്ഞാത്വാ മമ മതം സാധ്വീം പിതാ ദുഹിതൃവത്സലാം ബൃഹത്സേന ഇതി ഖ്യാതസ്തത്രോപായമജീകരത്. ഹേ സാധ്വി, അല്ലയോ പതിപതയായ പാഞ്ചാലി, മമ മതം ജ്ഞാത്വ, എന്റെ മനസ്സ് ഭഗവാനിലേക്ക് ലയിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട്, ദുഹിതൃവത്സല പിത, എന്നോട് വാത്സല്യമുള്ള എന്റെ പിതാവ്, ദുഹിതൃ മകൾ, ദുഹിതാവ്, ദുഹിതൃവത്സല മകളോട് വാത്സല്യമുള്ളവളായ എന്റെ പിതാവ്, ബൃഹത്സേന ഇതി ഖ്യാത, അദ്ദേഹത്തിന് ബൃഹത്സേനൻ എന്ന് പ്രസിദ്ധമായൊരു പേരുണ്ട്. ധാരാളം സൈന്യബല ഉള്ളത് കൊണ്ട് ബൃഹത്സേനൻ എന്റെ പിതാവിന് പേരുണ്ട്. ഇതി ഖ്യാത എന്ന് പ്രസിദ്ധനാണ്. തത്ര ഉപായം അചീകരത്, അതിനൊരു ഉപായത്തെ അചീകരത ചെയ്തു. ലക്ഷ്മണ പറഞ്ഞത്, നാരദ മഹർഷി പറഞ്ഞ് കീർത്തിച്ചത് കേട്ട് എനിക്ക് മനസ്സ് ഭഗവാനിലേക്ക് എത്തി. ഞാൻ മനസ്സുകൊണ്ട് ഭഗവാനെ വരിച്ചു. ലോകപാലന്മാരെയൊക്കെ വിട്ടുകളഞ്ഞു. ലക്ഷ്മി ദേവിയാൽ വരിക്കപ്പെട്ടവനാണെങ്കിലും ആ ഭഗവാനെ ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് മോക്ഷാർഹത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഭഗവാനിൽ ആസക്തി. ഇത് മനസ്സിലാക്കിയ എൻ്റെ പിതാവ് ഇനിയും എൻ്റെ മകളുടെ ഭർത്താവ് കൃഷ്ണൻ തന്നെയാണ് എന്നുറച്ചു. പക്ഷെ എങ്ങനെ പറ്റും? അതിനൊരു ഉപായം അദ്ദേഹം ആലോചിച്ച് ചെയ്തു. ജ്ഞാത്വാ മമ മതം സത്വീ പിതാ ദുഹിതൃവത്സലാം ബൃഹത്സേന ഇതി ഖ്യാതസ്തത്രോപായമജീകരത്. ജ്ഞാത്വാ മമ മതം സത്വീ പിതാ ദുഹിതൃവത്സലാം ബൃഹത്സേന ഇതി ഖ്യാതസ്തത്രോപായമജീകരത്. യഥാ സ്വയംവരേ രാജ്ഞീം മത്സ്യപാർത്ഥ്യക്ഷയാ കൃതാം അയം തു ബഹിരാച്ഛിന്നോ ദൃശ്യതേ സജലേ പരം. യഥാ, എങ്ങനെയാണ് അദ്ദേഹം കണ്ടെത്തിയ ഉപായം? സ്വയംവരത്തിൽ രാജ്ഞി സംബോധനയാണ് പാഞ്ചാലിയെ വിളിച്ചത്. മത്സ്യ പാർത്ഥ ഈപ്സയാ കൃതഃ, ഒരു മത്സ്യത്തെ അർജുന പ്രാപ്തിയിൽ ഇച്ഛിച്ചുകൊണ്ട്, പാർത്ഥ ഈപ്സയ, ഈ അങ്ങനെ പാർത്ഥനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു മത്സ്യത്തെ അദ്ദേഹം ചെയ്തു. അതെങ്ങനെയാണ്? അയം തു ബഹിഹി ആച്ഛന്നോ ദൃശ്യതേ സജലേ പരം. അയം തു, ഈ മത്സ്യമാകട്ടെ, ബഹിഹി ആച്ഛന്ന, പുറകിൽ നിന്നാൽ കാണാൻ പറ്റില്ല, മറഞ്ഞിരിക്കുകയാണ്. ബഹിരാച്ഛന്നനാണ്, പുറമേ മറച്ചു വയ്ക്കുകയാണ്. ദൃശ്യത്തെ സജലേ പരം. പക്ഷെ അതിൻ്റെ താഴെ ഒരു ചെറിയ ജലസ്രോതസ്സുണ്ട്, അതിൽ കാണാൻ പറ്റും. അത് നോക്കിയിട്ട് ലക്ഷ്യം ഭേദിക്കുന്നവർക്കാണ്. താഴെ ഒരു ചെറിയ കുളം പോലൊരു പോണ്ടുണ്ട്. അതിൽ മത്സ്യത്തെ നെല്ലുള്ള കാണാം. ഇത് കണ്ടിട്ട് ലക്ഷ്യം ഉന്നം വെച്ച് അമ്പയക്കണം. അങ്ങനെയുള്ള ഒരാൾക്കാണ് കൊടുക്കുന്നത് എന്ന് അദ്ദേഹം നിശ്ചയിച്ചു.
അർജുനൻ ഇത് ഭേദിക്കാൻ കഴിവുള്ള ആളാണ് എന്ന് വിചാരിച്ചു തന്നെയാണ് ഇങ്ങനെ വെച്ചത്. യഥാ സ്വയംവരേ രാജ്ഞേ മത്സ്യപാർത്ഥ്യക്ഷയാകൃതാം അയം തു ബഹിരാച്ഛന്നോ ദൃശ്യത്തെ ഫജലേ പരം. യഥാ സ്വയംവരേ രാജ്ഞേ മത്സ്യപാർത്ഥ്യക്ഷയാകൃതാം അയം തു ബഹിരാച്ഛന്നോ ദൃശ്യത്തെ ഫജലേ പരം. മത്സ്യത്തിന്റെ ആകൃതിയിലാണ് ലക്ഷ്യം ഛേദിക്കുന്നത്. അത് പുറമേ നിന്ന് കാണത്തില്ല. ഒരു തൂണോട് ചേർന്നാണ്. അപ്പം തൻ്റെ കണ്ണ് മുകളിലേക്ക് ശരിയായി നിർത്തിയപ്പോൾ ഇത് കണ്ടു. അതുകൊണ്ട് സ്ഥിരദൃഷ്ടിയുള്ള അർജുനൻ അന്ന് അതിനെ ഭേദിച്ചു. ഇതാണ് നേരത്തെ അർജുനൻ പാഞ്ചാലിയെ കിട്ടിയ കഥ പറഞ്ഞപ്പം ഇത് പറഞ്ഞ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പുറമേ നിന്ന് ഇതിനെ കാണാൻ പറ്റത്തില്ല. തൂണിന്റെ അകത്തു നോക്കിയാലും കാണാൻ പറ്റത്തില്ല. അതിന്റെ കീഴ്ഭാഗത്തൊരു ജലപാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ ഇതിന്റെ പ്രതിബിംബം പതിയും. അതിൽ നിന്നും കണ്ണ് താഴേക്ക് നിർത്തിക്കൊണ്ട് മേൽഭാഗത്തുള്ള ലക്ഷ്യം ഭേദിക്കണം. ലക്ഷ്യത്തെ കണ്ടു മുറിക്കാൻ പറ്റത്തില്ല. അർജുനത് പറ്റിയിരുന്നു. പക്ഷെ ഇത് അതുപോലും പറ്റില്ല. കാരണം ഈ മത്സ്യത്തെ കണ്ടെങ്കിലേ പറ്റുള്ളൂ. ഈ മത്സ്യത്തെ പ്രതിബിംബം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് നോക്കിയിട്ട് യഥാർത്ഥമായ മത്സ്യത്തെ അമ്പ ചെയ്ത് വീഴിക്കണം. ഇങ്ങനെ എൻ്റെ പിതാവ് ഒരു നിർമ്മാണ ലക്ഷ്യം വെച്ചിട്ട് ഒരു ലക്ഷ്യഭേദമായ ഒരു മത്സ്യാകൃതി ഉണ്ടാക്കി വെച്ചു. സുത്വൈതത് സർവതോ ഭൂവ ആയുർമത്പിതുപുരം സർവാസ്ത്രശസ്ത്രതത്വജ്ഞാഫോവാധ്യായ സഹസ്രശ. ഏതത് ശ്രുത്വാ സുത്വൈതത് ഇത് കേട്ടിട്ട് സർവതഃ എല്ലാ ദിക്കിൽ നിന്നും ഭൂപാഹ രാജാക്കന്മാർ ആയയു വന്നുചേർന്നു. എല്ലാ ദിക്കിൽ നിന്നും രാജാക്കന്മാർ വന്നുചേർന്നു. മത് പിതുഹുപുരം എൻ്റെ പിതാവിൻ്റെ പുരത്തിലേക്കാണ് വന്നത്. കേട്ട് 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 വിലാളി വീരന്മാരായ അനേകം രാജാക്കന്മാർ വന്നു. സർവ അസ്ത്ര ശസ്ത്ര തത്വജ്ഞ, എല്ലാ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളുടെയും തത്വം അറിഞ്ഞവരാണ് അവരൊക്കെയും. അവരുടെ കൂടെ സോപാധ്യായ ഉപാധ്യായന്മാരുണ്ട്. പരീക്ഷയിൽ ജയിച്ചാൽ വിവാഹം നടത്തണമെങ്കിൽ ഉപാധ്യായന്മാർ വേണം. അവരെയും കൊണ്ടാണ് വരിക. ഉറപ്പായിട്ടാണ് വരിക. ഇത് കിട്ടും എന്നുള്ളത്. ഒന്നും രണ്ടും ഒന്നുമില്ല, ആയിരക്കണക്കിന് രാജാക്കന്മാർ വന്നുപോയി. ആർക്കും പറ്റില്ല. എല്ലാവരും വന്നു. ലക്ഷ്യം ഭേദിക്കാൻ പറ്റാതെ തിരിച്ചുപോയി. സുത്വൈതത് സർവതോ ഭൂപാം ആയുർമത്പിതുപുരം സർവ അസ്ത്രശസ്ത്രതത്വജ്ഞാ സോപാധ്യായ സഹസ്രശാം. സുത്വൈതത് സർവതോ ഭൂപാം ആയുർമത്പിതുപുരം സർവ അസ്ത്രശസ്ത്രതത്വജ്ഞാ സോപാധ്യായ സഹസ്രശാം. പിത്രാ സംപൂജിതാ സർവേ യഥാവീര്യമഥാവയാം ആദദു ഫസരം ചാപം വേത്തും പർഷതി മധ്യാം. പിത്രാ സംപൂജിതാഹ സർവേ, എൻ്റെ പിതാവിനാൽ പൂജിക്കപ്പെട്ട അവരെല്ലാവരും യഥാവയഃ അവരവരുടെ വയസ്സിന് അനുസരിച്ച് എൻ്റെ പിതാവിനാൽ പൂജിക്കപ്പെട്ട പ്രായത്തിനനുസരിച്ച് എൻ്റെ പിതാവിനാൽ പൂജിപ്പിക്കപ്പെട്ട അവരെല്ലാം ഫസരം ചാപം ആദതു വില്ല് കുലച്ചു വെച്ചിരിക്കുന്ന അമ്പ് തൊടുത്തു വെച്ചിരിക്കുന്ന വില്ല് എടുത്തു. ഫസരം അമ്പോട് കൂടിയ, ചാപം വില്ല്, ആദതുഹു എടുത്തു, വേത്തും മുറിക്കുന്നതിന് വേണ്ടി, പർഷതി ഈ പാർശ്വത്തിൽ വെച്ച്, സഭയിൽ വെച്ച്, മദ്ധിയ എന്നിൽ വയ്ക്കപ്പെട്ട മനസ്സോടെയാണ്. മദ്ധിയ മൈധിയ മദ്ധിയ എന്നിൽ മനസ്സുറപ്പിച്ചു നിർത്തിക്കൊണ്ട് എന്നെ കെട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ ഓരോ രാജാക്കന്മാരും വന്നു.
എൻ്റെ പിതാവ് അവരെയൊക്കെ യഥാവിധി അർഘ്യപാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു. അവരെല്ലാവരും വില്ലും അമ്പ് തൊടുത്ത് ആ വില്ല് കയ്യിലെടുത്ത് ലക്ഷ്യത്തെ ഭേദിക്കാനായിട്ട് ശ്രമിച്ചു. പിത്രാ സംഭോജിത സർവേ യഥാ ബീജമഥാവയാം ആദതു ഫശരം ചാപം വേത്തും വർഷതി മധ്യാം. പിത്രാ സംഭോജിത സർവേ യഥാ ബീജമഥാവയാ ആദതു ഫശരം ചാപം വേത്തും വർഷതി മധ്യാം. ആദായ വ്യസൃജൻ കേജിൽ സജ്ജം കർത്തുമനീശ്വരാം ആഘോഷ്ടം ജാം സമുത്കൃഷ്യാം ഏതുരേകേ മുനാഹതാം. ആദായ വ്യസൃജൻ കേച്ചിത് ചിലര് ആദായ വില്ല് കയ്യിലെടുത്തിട്ട് സജ്യം കർത്തും അനീശ്വരാഹ ഞാൻ വലിച്ചു മുറുക്കാൻ ശക്തരല്ലാതായി. സജ്യം കർത്തും, സജ്യം ഞാൻ കൊണ്ട് കെട്ടുന്ന ജോലി, അത് കർത്തും ചെയ്യുന്നതിന് അനീശ്വരാഹ ശക്തിയില്ലാത്തവരായിട്ട് ചിലര്. വ്യസൃജൻ ഉപേക്ഷിച്ചു, വേണ്ടെന്ന് വെച്ചു. വില്ല് വന്ന് കേമന്മാരായിട്ട് വന്ന് ഞെളിഞ്ഞ് ആഭരണഭൂഷിത ഗാത്രരായിട്ട് വന്ന് വില്ല് കയ്യിലെടുത്തു. പക്ഷെ ആ വില്ലൊന്ന് വളച്ച് ഞാൻ കെട്ടാൻ പറ്റിയില്ല, അതഴിട്ട് പോയി. ആഘോഷ്ടം ജാം സമുത്കൃഷ്യാം പേതുരേകേ മുനാഹതാഹം. ആഘോഷ്ടം ജാം സമുത്കൃഷ്യ വേറെ ചെല്ല് വില്ലെടുത്തിട്ട് കോഷ്ടം വരെ ഞാൻ വലിച്ചു. കോഷ്ടം എന്ന് വെച്ചാൽ മണിബന്ധം, കൈയുടെ ഇവിടം വരെ, ഇങ്ങനെ ഇവിടം വരെ വലിച്ചു. ആ കോഷ്ടം വരെ ജാം ഞാനിനെ സമുത്കൃഷ്യ വലിച്ചിട്ട് പേതുഹു ഏകേ അമുനാഹത. പേതുഹു താഴെ വീണു. ഏകേ ചിലര് അമുന ഇതുകൊണ്ട്, ഈ വില്ലുകൊണ്ട്. വേറെ ചെല്ലു വന്നു, വില്ലെടുത്തു, ഞാൻ കെട്ടി വലിച്ചു മുറുക്കി, അമ്പതിൽ തൊടുത്തു, വലിച്ച് ഈ രണ്ട് ഇടത് കൈയിൽ വില്ല് വെച്ച് വലത് കൈയിൽ അമ്പും ഞാനും കൂടെ ചേർത്ത് ഇങ്ങോട്ട് വലിച്ചു. ഈ കോഷ്ടം വരെ എത്തിയപ്പോൾ വില്ല് താഴെ വീണു, അവരും താഴെ വീണു, അതേപോലെ വിളിച്ചു. സജ്ജം കൃത്വാ പരേ വീരാം ആദായ വ്യസൃജൻ കേജിൽ സജ്ജം കത്തുമനീശ്വരാം ആഘോഷ്ടം ജാം സമുത്കൃഷ്യാപേതുരേകേ മുനാഹതാം. ആദായ വ്യസൃജൻ കേജിൽ സജ്ജം കത്തുമനീശ്വരാം ആഘോഷ്ടം ജാം സമുത്കൃഷ്യാപേതുരേകേ മുനാഹതാം. സജ്ജം കൃത്വാ പരേ വീരാം മാഗധാംബഷ്ടചേദിപാഹം ഭീമോ ദുര്യോധനകർണോ നാവിന്ദം തദവസ്ഥിതിം. സജ്ജം കൃത്വാ പരേ വീരാ വേറെ ചില വീരന്മാരെ ഞാൻ വലിച്ചു മുറുക്കി കെട്ടി. അതൊക്കെയാണ് മാഗധ അമ്പഷ്ട ഛേദിപാഹ. മാഗധൻ, അമ്പഷ്ടൻ, ഛേദിവൻ, ശിശുപാൽ ഈ മുതലായ വീരന്മാരായ രാജാക്കന്മാർ സജ്ജം കൃത്വാ അവരെ ഞാൻ വലിച്ചു കെട്ടി. ദുര്യോധന കർണവും, അതിൽ ദുര്യോധനുമുണ്ട് കർണനുണ്ട്. ന അവിന്ദൻ തദവസ്ഥിതി ഞാൻ വലിച്ചു കെട്ടിയെങ്കിലും ലക്ഷ്യം കാണാൻ പറ്റില്ല. ന അവിന്ദൻ അറിഞ്ഞില്ല, ലക്ഷ്യം കണ്ടു വേണ്ടേ അമ്പായിക്കാൻ. തത് അവസ്ഥിതി ആ മത്സ്യത്തിന്റെ അവസ്ഥിതി കണ്ടുപിടിക്കാനാവാതെ പരാജിതരായി. ആരൊക്കെ? ഭീമൻ, ദുര്യോധനൻ, കർണൻ, മാഗധൻ, അമ്പഷ്ടൻ, ഛേദിവൻ വിലോളി വീരന്മാരായ രാജാക്കന്മാരാണ്. അവരൊക്കെ തിരിച്ചു പോയി. സജ്ജം കൃത്വാ പരേ വീരാമാഗധ അമ്പഷ്ടചേദിവാം ഭീമോ ദുര്യോധനകർണോ നാവിന്ദം തദവസ്ഥിതിം. സജ്ജം കൃത്വാ പരേ വീരാ മാഗധാംബഷ്ടചേദിവാ
ഭീമോ ദുര്യോധനകർണോ നാവിന്ദം സ്തവസ്ഥിതി മത്സ്യാഭാസം ജലേ വീക്ഷ്യം ജ്ഞാത്വാ ച തദവസ്ഥിതിം പാർത്ഥോ യത്തോ സൃജത് ബാണം ന അച്ഛിനത് അസ്പൃശേ പരം. മത്സ്യാഭാസം ജലേ വീക്ഷ്യ, മത്സ്യത്തിന്റെ നിഴല്, പ്രതിബിംബം, ആഭാസം, ജലേ വീക്ഷ്യ, ജലത്തിൽ കണ്ടിട്ട്, തദവസ്ഥിതി ജ്ഞാത്വ, അതിന്റെ സ്ഥിതി ഉറപ്പിച്ചിട്ട്, വെള്ളത്തിൽ നോക്കി മീനിന്റെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി അത് ഏത് സ്ഥലത്ത് നിൽക്കും എന്ന് മനസ്സിലാക്കിയിട്ട് പാർത്ഥ അർജുനൻ എത്തോ അസൃജത് ബാണം, യത്നത്തോടുകൂടി ബാണം അസൃജത്, വില്ല് അയച്ചു, അമ്പ് അയച്ചു, അച്ഛിന്നത്, പക്ഷെ മുറിച്ചില്ല, അസ്പൃശേ പരം, എന്നാൽ അതെ തൊട്ടു, പക്ഷെ മുറിക്കാൻ പറ്റില്ല. ലക്ഷ്യത്തെ കണ്ടു, താഴെ അർജുനൻ മാത്രം താഴെയുള്ള പ്രതിബിംബം നോക്കി ലക്ഷ്യം കണ്ടു, അമ്പയച്ചു, അതേ ചെന്ന് തൊട്ടു, പക്ഷെ ലക്ഷ്യം മുറിക്കാൻ പറ്റില്ല. മുറിക്കണം എന്നാണ് വിധി. മത്സ്യാഭാസം ജലേ വീക്ഷ്യ ജ്ഞാത്വാ ച തദവസ്ഥിതിം പാർത്ഥോ യത്തോ സൃജത് ബാണം നാച്ഛിനത് അസ്പൃശേ പരം. മത്സ്യാഭാസം ജലേ വീക്ഷ്യാം ജ്ഞാത്വാ ച തദവസ്ഥിതിം പാർത്ഥോ യത്തോ സൃജത് ബാണം നാച്ഛിനത് അസ്പൃശേ പരം. രാജന്യേഷു നിവൃത്തേഷു ഭക്തമാനേഷു മാനിഷു ഭഗവാൻ ധനുരാധായ സജ്ജം കൃത്വാ ധലീലയാം. രാജന്യേഷു നിവൃത്തേഷു, രാജന്യന്മാർ, പ്രസിദ്ധരായ അനേകം രാജാക്കന്മാർ നിവൃത്തേഷു പിന്തിരിഞ്ഞു. ഭക്തമാനേഷു മാനിഷു, അഭിമാനികളായ അവരൊക്കെ ഭക്തമനസ്കന്മാരായിട്ട് നിവൃത്തേഷു പിന്തിരിഞ്ഞപ്പോൾ ഭഗവാൻ ധനുരാധായ, ശ്രീകൃഷ്ണ ഭഗവാൻ വില്ല് കയ്യിലെടുത്ത് സജ്ജം കൃത്വ, ഞാൻ വലിച്ചു കെട്ടി, ലീലയ, ഒരു തമാശയുണ്ട്, ഗഹനതയൊന്നുമില്ല, ഒന്ന് കളിക്കാനെന്ന മട്ടിൽ ആ വില്ല് കയ്യിലെടുത്ത് ഞാൻ വലിച്ചു കെട്ടി. രാജന്യേഷു നിവൃത്തേഷു ഭക്തമാനേഷു മാനിഷു ഭഗവാൻ ധനുരാധായ സജ്ജം കൃത്വാ ധലീലയാം. രാജന്യേഷു നിവൃത്തേഷു ഭക്തമാനേഷു മാനിഷു ഭഗവാൻ ധനുരാധായ സജ്ജം കൃത്വാ ധലീലയാം. തസ്മിൻ സന്ധായ വിശുഖം മത്സ്യം വീക്ഷ്യ ഫകൃജ്ജലേ ചിത്തേഷുണാപാതയത്തം സൂര്യേ. സൂര്യേ അചാഭിജിതി സ്ഥിതേ തസ്മിൻ വിശിഖം സന്ധായ, ആ വില്ലിൽ അമ്പ് തൊടുത്തിട്ട്, വിശിഖം അമ്പ്, സന്ധായ തൊടുത്തിട്ട്, മത്സ്യം വീക്ഷ്യ, മത്സ്യത്തെ കണ്ടു, ഫകൃത് ജലെ, ഒരിക്കൽ ഒറ്റ പ്രാവശ്യം മത്സ്യത്തിന്റെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ടിട്ട്, ചിത്വാ ഇഷുണ അപാതയത്തം, ഒരൊറ്റ അമ്പ് മുകളിലേക്ക് വെച്ച് ലക്ഷ്യമായ മത്സ്യത്തെ കൊണ്ട് ആ മത്സ്യത്തെ മുറിച്ച് താഴെ വീഴ്ച്ചു. ചിത്വാ ഇഷുണ, അമ്പ് കൊണ്ട് മുറിച്ചിട്ട്, അപാതയത്തം, അതിനെ താഴെ വീഴ്ച്ചു. അപ്പം ബാണം, വില്ലിൽ ഞാൻ വലിച്ചു മുറുക്കി, അമ്പ് തൊടുത്ത് താഴെ കണ്ട മത്സ്യപ്രതിബിംബത്തെ ഒറ്റ പ്രാവശ്യം നോക്കി, സൂര്യേ അചാഭിജിതി സ്ഥിതേ,
സൂര്യൻ അഭിജിതി സ്ഥിതേ, സൂര്യൻ അഭിജിത്ത് എന്ന നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ, അഭിജിത്ത് ഒരു മുഹൂർത്തമാണ്, ആ മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് എല്ലാ വിവാഹങ്ങൾക്കും കുറിക്കുന്ന മുഹൂർത്തമാണ് അഭിജിത്ത്. ഉച്ചയ്ക്കുള്ള സമയം ഏതാണ്ട് 11:45 12 12:30 1:45 വരെയുള്ള ആ ഒരു ദിവസത്തിന്റെ 8ാമത്തെ മുഹൂർത്തത്തിന്റെ പേരാണ് അഭിജിത്ത് എന്ന മുഹൂർത്തം. അത് മംഗളകർമ്മങ്ങൾക്കും ശുഭാവസരങ്ങൾക്കും പറ്റിയതാണ്. ആ സമയത്താണ് ഇന്നത്തെ വിവാഹങ്ങളൊക്കെ അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. ആ സമയത്താണ് ഈ ബാണം കൊണ്ട് ആ ലക്ഷ്യത്തെ മുറിച്ചു വീഴ്ത്തിയത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ മുമ്പത്തെ ശ്ലോകത്തിൽ ഞാൻ വലിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ശ്ലോകത്തെ തസ്മിൻ വിശുഖം സന്ധായ, അതിൽ 50 എടുത്തിട്ട് ഫഖത് ജലേ ലക്ഷ്യം എത്തിയ ഒറ്റ പ്രാവശ്യം നോക്കണമെന്ന്. ഇഷുണ ചിത്വ അപാതയത്വം, അമ്പുകൊണ്ട് അതിന് താഴെ പിടിച്ചു. സൂര്യേച അഭിജിതി സ്ഥിതി, സൂര്യൻ അഭിജിത്ത് എന്ന മുഹൂർത്തം നിൽക്കുമ്പോൾ, സൂര്യേചാഭിജിതി സ്ഥിതേ തസ്മിൻ സന്ധായ വിശുഖം മത്സ്യം വീക്ഷ്യ ഫകൃജലേ ചിത്വേഷുണാപാതയത്തം സൂര്യേ ചാഭിജിതി സ്ഥിതേ തസ്മിൻ സന്ധായ വിശുഖം മത്സ്യം വീക്ഷ്യ ഫകൃജലേ ചിത്വേഷുണാപാതയത്തം സൂര്യേ ച അഭിജിതി സ്ഥിതേ ദിവിദുന്ദുഭയോദേനേതു ജയശബ്ദയുതാ ഭുവി ദേവാശ്ച കുസുമാഭാരാൻ മോചർ ഹർഷവിഹ്വലാഹം. ദിവി ആകാശത്തിൽ ദുന്ദുഭയോ നീതുഹു പെരുമ്പറ കൊട്ടി, ജയശബ്ദയുതാ ഭുവി താഴെ നിൽക്കുന്നവർക്ക് ജയ ജയ എന്ന് വിളിച്ചു. ദേവാശ്ച ദേവന്മാർ, കുസുമാഭാരാൻ പൂക്കൂട്ടങ്ങളെ, മുമുജുഹു ഒഴിച്ചു, ഹർഷവിഹ്വലാഹ സന്തോഷം കൊണ്ട് വിഹ്വലന്മാരായിരുന്ന ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു, പെരുമ്പറ കൊട്ടി, താഴെ ഭൂമി ജയ ജയ എന്നുള്ള ഘോഷവും കേട്ടു. ദിവിദുന്ദുഭയോനേതും ജയശബ്ദയുതാ ഭുവീം ദേവാശ്ച കുസുമാഭാരാൻ മുമുചുർ ഹർഷവിഹ്വലാഹം. ദിവിദുന്ദുഭയോനേതും ജയശബ്ദയുതാ ഭുവി ദേവാശ്ച കുസുമാഭാരാൻ മുമുചുർ ഹർഷവിഹ്വലാം. തദ്രംഗമാവിശമഹം കളനൂപുരാഭ്യം പദ്ഭ്യം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ ക്രീഡഹാസവദനാം കബരേധൃതസൃക്. തദ്രംഗം ആവിശം അഹം, ആ രംഗത്തിലേക്ക് ഞാൻ ആവേശിച്ചു, പ്രവേശിച്ചു. കളനൂപുരാഭ്യാം, ശബ്ദമുണ്ടാക്കുന്ന കാൽ ചിലങ്കകളോടെ, നൂപുരത്തോടെ ഞാൻ ആ എല്ലാ ജനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സഭയിലേക്ക് പ്രവേശിച്ചു. പദ്ഭ്യാം, നടന്നു തന്നെ, പ്രഗൃഹ്യ എടുത്തിട്ട്, കനകോജ്വല രത്നമാല, സ്വർണം പോലെ ഉജ്ജ്വലമായ രത്നമാല കയ്യിലെടുത്തിട്ട്, പൂമാലയല്ല രത്നമാല കയ്യിലെടുത്തിട്ട്, നൂത്തനെ നിവീയ പരിധായ, പുതിയ നൂതനമായ നിവീയം വസ്ത്രങ്ങൾ, ഉത്തരീയ വസ്ത്രങ്ങൾ, പരിധായ ഉടുത്തിട്ട്, ച കൗശിക അഗ്രേ, കൗശികന്റെ മുമ്പിൽ, കൗശിക അഗ്രേ പുതിയ 2 പട്ടുവസ്ത്രങ്ങളെ, കൗശികത്തിന് പട്ട് എന്നർത്ഥം,
അഗ്ര്യം ശ്രേഷ്ഠം കൗശിക അഗ്രിയെ ശ്രേഷ്ഠങ്ങളായ 2 പട്ടുവസ്ത്രങ്ങൾ, പുതിയ 2 പട്ടുവസ്ത്രങ്ങൾ ഉടുത്തിട്ട് ഫവ്രീഡഹാഫവദന ലജ്ജയോടെ പുഞ്ചിരിച്ച മുഖത്തോടെ കബരീധൃതസൃക് കഴുത്തിലേക്ക് മാലയിട്ടു ഞാൻ. എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, ഭഗവാനെ തന്നെ കിട്ടണം എന്നായിരുന്നു. അതിനാണ് അച്ഛൻ ഈ പരീക്ഷ വെച്ചത്. അതിൽ വിജയിച്ചു. അങ്ങനെയാണ് ഞാൻ ഭഗവാനെ പ്രാപിച്ചതെന്ന് ഒരു ദീർഘമായ തൻ്റെ കഥ വിസ്തരിച്ചുകൊണ്ടാണ് ഈ ലക്ഷ്മണ തൻ്റെ അനുഭവത്തെ പറഞ്ഞത്. കൃഷ്ണൻ എങ്ങനെ കിട്ടി എന്നാണ്. തദ്രംഗമാവിഷമഹം കളനൂപുരഭ്യം പദ്ഭ്യം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ ഫവ്രീഡഹാഫവദന കബരീധൃതസ്രക്. തദ്രംഗമാവിഷമഹം കളനൂപുരഭ്യം പദ്ഭ്യം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ ഫവ്രീഡഹാഫവദന കബരീധൃതസ്രക്. തദ്രംഗമാവിഷമഹം കളനൂപുരഭ്യം പദ്ഭ്യം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ ഫവ്രീഡഹാഫവദന കബരീധൃതസ്രക്. ഉന്നീയവക്ത്രമുരുകുന്തളകുണ്ടലത്വിഷ് ഗണ്ഡസ്ഥലം ശിശിരഹാഫകടാക്ഷമോക്ഷൈ രാജ്ഞോ നിരീക്ഷ്യ പരിദർശനകേർമുരാരേ ഹംസേനുരക്തഹൃദയ നിദധേ സ്വമാലാം. ഉന്നീയ ഉയർത്തിയിട്ട്, വക്രം മുഖം, ഉന്നീയ വക്രം മുഖം ഉയർത്തിയിട്ട് ഉരുകുന്തള കുണ്ടലത്തു വലിയ കുണ്ടലത്തിൻ്റെ ശോഭ, അതേപോലെ മുടിയുടെ ശോഭ, കുന്തളത്തിൻ്റെയും കുണ്ടലത്തിൻ്റെയും ത്വിട്ട് ശോഭ, അതുകൊണ്ട് ശോഭിച്ചിരിക്കുന്ന ഗണ്ഡസ്ഥലം കവിൾത്തടം, ശിശിര ഹാഫ കടാക്ഷമോക്ഷേ തണുപ്പുള്ള പുഞ്ചിരി കൊണ്ടും കടാക്ഷത്തെ മോക്ഷിച്ചുകൊണ്ടും, തണുത്ത പുഞ്ചിരിയോടെ ഇടയ്ക്കിടയ്ക്ക് കടക്കണ്ണുകൾ അയച്ചുകൊണ്ട് രാജ്ഞോ നിരീക്ഷ്യ പരിദർശനകൈ രാജാവിനെ നോക്കിയിട്ട്, പരിതഹ ചുറ്റും ഒന്ന് നോക്കിയിട്ട്, ശനകൈഹി പതുക്കെ സാവധാനം, മുരാരേഹി അംസേ ഭഗവാന്റെ തോളിൽ, അനുരക്ത ഹൃദയം അനുരക്തമായിട്ട് നിദധേ ചെയ്തു വെച്ചു സ്വമാല സ്വന്തം മാല. എങ്ങനെ മാലയിട്ടു എന്ന് ഒന്ന് വിശദമാക്കിയതാണ്. ധാരാളം മുടിയുണ്ട്, കാതിൽ കമ്മലുണ്ട്, അതിൻ്റെ കാന്തി കൂടി ശോഭിക്കുന്നതാണ് കവിൾത്തളം. അങ്ങനെയുള്ളതിൻ്റെ മുഖം ഒന്ന് ഉയർത്തിയിട്ട്, ഉന്നീയ വക്രം, മുഖം ഒന്ന് ഉയർത്തിയിട്ട് സന്താപഹരമായ പുഞ്ചിരിയോടുകൂടി, ദുഃഖത്തെ ഇല്ലാതാക്കുന്ന പുഞ്ചിരിയോടുകൂടി രാജാക്കന്മാരെയൊക്കെ നോക്കി, ചുറ്റുമുള്ള രാജാക്കന്മാരെയൊക്കെ നോക്കി, തൻ്റെ പിതാവിനെ നോക്കി, തൻ്റെ അനുരാഗത്തിന് പാത്രീഭവിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ കഴുത്തിൽ രത്നമാലയിട്ട് ആ രാജസിംഹങ്ങളുടെ നടുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് കണ്ടറിയാൻ വേണ്ടിയാണ് ആ നോട്ടം എന്ന് നമുക്ക് തോന്നും. ഇടയ്ക്കിടയ്ക്ക് പുഞ്ചിരിച്ച് ഇങ്ങനെ നോക്കി. കവറിൽ വെച്ചില്ല.